जो बात तुझ में है तेरी तस्वीर में नहीं, तस्वीर में नहीं। जो बात तुझ में है तेरी तस्वीर में नहीं, तस्वीर में नहीं। जो बात तुझ में है. മെഡിക്കൽ രംഗത്ത് ആതുരസേവന രംഗത്ത് തന്നെ പ്രവർത്തിക്കുമ്പോഴാണ് സംഗീത രംഗത്തും കൂടി നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഉള്ളത്. എനിക്ക് കൗതുകമായി തോന്നിയൊരു സംഗതി ആദ്യം പേരാണ്. മെഹറൂഫ് രാജ് എന്നുള്ള പേര്. നിങ്ങൾ രാജ് എന്നുള്ള പേര് നിങ്ങളുടെ മെഹറൂഫിൻ്റെ കൂടെ വന്നത്? അത് എൻ്റെ പിതാവ് എൻ്റെ ഒരു ചിന്താഗതിയുടെ പ്രതിഫലനമാണത്. അദ്ദേഹം ഈ പേരിൽ ഡിഫറൻസ് വേണമെന്ന് കരുതിയ ഒരാളാണ്. ഒന്നത്. രണ്ടാമത് അദ്ദേഹം ഒരു പഴയ സോഷ്യലിസ്റ്റ് മനോഭാവക്കാരനാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് പേരിന് പുരോഗമന സ്വഭാവം വേണം, അതിൻ്റെ പുറമെ തന്നെ പറ്റുമെങ്കിൽ അതിനകത്തുനിന്ന് ഒരാളുടെ ജാതിയോ മതമോ പെട്ടെന്ന് ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത തരത്തിലൊരു പേര് വേണമെന്നൊരു ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ 5 മക്കളുടെ പേരും ഏകദേശം ആ രൂപത്തിലുള്ളൊരു വളരെ കുറച്ച് കൗതുകകരമായ രീതിയിൽ ഒരു പുതുമ തോന്നിക്കുന്ന രീതിയിലാണ് ആ പേര് നിർദ്ദേശിക്കപ്പെട്ടത്. ആതുരസേവന രംഗം എന്ന് പറയുമ്പോൾ നമ്മുടെ സയൻസ് വിഷയങ്ങളായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. സയൻസ് വിഷയം പഠിക്കുന്ന ആളുകൾക്ക് സംഗീതം പോലുള്ള കലകളോടൊന്നും യാതൊരു താല്പര്യം ഉണ്ടാവാറില്ല. പണ്ട് കാലം മുതലേ ഇത്തരം സയൻസ് വിഷയങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ സംഗീത വഴിയിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ്? സംഗീതം നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ പിതാവ് വളരെ വലിയൊരു സംഗീത ആസ്വാദകനായിരുന്നു, സംഗീത തൽപരനായിരുന്നു. മാത്രമല്ല അദ്ദേഹം നന്നായി പാടുകയും ചെയ്യുമായിരുന്നു. അപ്പം ഞങ്ങൾ മക്കൾക്കൊക്കെ ആ താവഴിയിൽ സംഗീതം ലഭിച്ചിട്ടുണ്ട്, രക്തത്തിലൂടെ ലഭിച്ചതാണത്, പാരമ്പര്യത്തിലൂടെ. 5 മക്കളും പാടുമായിരുന്നു, 4 സഹോദരന്മാരും ഒരു സഹോദരിയും. പക്ഷെ അത് ഒരു സംഗീതത്തെ വളരെ ഗൗരവതരത്തിൽ സമീപിക്കുകയും പിൽക്കാലത്ത് സംഗീതം ഒരു പ്രവർത്തന മേഖലയെ തിരഞ്ഞെടുക്കുകയും ചെയ്ത് ഞാൻ തന്നെയാണ്. അപ്പോൾ അത് ചെറുപ്പം മുതലേ 2ാം ക്ലാസ് മുതൽ പാടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വൈദ്യശാസ്ത്ര രംഗത്തേക്ക് 1973 ഡിസംബറിലാണ് മെഡിക്കൽ കോളേജിൽ MBBS കയറുന്നത്. അതിന് മുമ്പേ തന്നെ സംഗീത മേഖലയിൽ ഞാൻ കണ്ടമാനം ഗാനമേള നടത്തുകയും മ്യൂസിക് പ്രോഗ്രാം ചെയ്യുമായിരുന്നു. സംഗീതം ഒരു ഗുരുമുഖത്ത് നിന്ന് പഠിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്? സംഗീതം ഗുരുമുഖത്ത് നിന്ന് പഠിക്കാൻ തുടങ്ങിയത് 1975-ലാണ്. ഏത് ക്ലാസ്സിലാണ് അന്ന് ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 3ാം വർഷ വൈദ്യ വിദ്യാർത്ഥിയായി ഇരിക്കുമ്പോഴാണ് 1975 സെപ്റ്റംബറിലാണെന്ന് തോന്നുന്നു. അന്ന് കോഴിക്കോട് ശരശ്ചന്ദ്ര രഘുനാഥ മറാഠെ എന്ന് പറഞ്ഞാൽ SR മറാഠെ ഉണ്ടായിരുന്നു. ഒറിജിനൽ ബോംബെക്കാരനാണ് അദ്ദേഹം. വളരെ കാലങ്ങളായിട്ട് കോഴിക്കോട് താമസിച്ച് അങ്ങനെ ധാരാളം ശിഷ്യന്മാരുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിന് ഒറിജിനൽ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക്, ഒറിജിനൽ ഹിന്ദുസ്ഥാനി സംഗീതമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രഗത്ഭരായ ശിഷ്യന്മാരെന്ന് പറയുന്നത് G. അരവിന്ദനൊക്കെ, നമ്മുടെ കാഞ്ചനസീത, ഉത്തരായണമൊക്കെ ഡയറക്റ്റ് ചെയ്ത് അരവിന്ദനൊക്കെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു. സന്ദർഭവശാൽ അരവിന്ദൻ പഠിച്ച പുസ്തകമാണ് എനിക്ക് ആദ്യം മറാഠെ സമ്മാനിച്ചത്. ഇത് വെച്ച് തുടങ്ങിക്കുമെന്ന് പറയുന്നത്. A.T. ഉമറൊക്കെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടുന്ന് അങ്ങനെ 1975, കാരണം ഞാൻ സംഗീതത്തെ വളരെ ഗൗരവമായി കണ്ടു തുടങ്ങിയിരുന്നു. സംഗീതം നമ്മളിൽ നിന്ന് വളരെ ഗൗരവമായ സമീപനം ആവശ്യപ്പെടുന്ന ഒരു കലയാണെന്ന് എനിക്ക് തോന്നുകയും ചെയ്തതായിരുന്നു. പിന്നെ ഉള്ളിൽ സംഗീതമുണ്ടല്ലോ. വൈദ്യശാസ്ത്രത്തെക്കാൾ കൂടുതൽ ഞാൻ അപ്പോഴേക്ക് സംഗീതത്തെ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു എന്ന് സംശയം തോന്നിയിരുന്നു. മണിമാരൻ തന്നത് പണമല്ല പൊന്നല്ല, മധുരക്കിനാവിൻ്റെ കരിമ്പിൻ തോട്ടം. മണിമാരൻ തന്നത് പണമല്ല പൊന്നല്ല, മധുരക്കിനാവിൻ്റെ കരിമ്പിൻ തോട്ടം. കണ്ണുനീർ തേവി തേവി കരളിതിൽ വിളയിച്ച കനകക്കിനാവിൻ്റെ കരിമ്പിൻ തോട്ടം. മണിമാരൻ തന്നത് പണമല്ല പൊന്നല്ല, മധുരക്കിനാവിൻ്റെ കരിമ്പിൻ തോട്ടം. സംഗീതരംഗത്ത് അന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സതീർത്ഥ്യന്മാരായിരുന്നു? അന്ന് സംഗീതരംഗത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സതീർത്ഥ്യരെന്ന് പറയാവുന്നത് ഒരു സ്റ്റേറ്റ് ബാങ്കിലൊരു മിസ്റ്റർ മുഹമ്മദ് കോയ. അദ്ദേഹം ഒരു വലിയ ഫുട്ബോൾ പ്ലെയറുമായിരുന്നു. അദ്ദേഹം സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഫുട്ബോൾ ടീമിലൊക്കെ കളിച്ച ആളാണ്. അദ്ദേഹം സംഗീത ഭ്രാന്തനായിരുന്നു. അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നെ ഫിഷറീസിലുള്ളൊരു മിസ്റ്റർ TP ഉമർ ഉണ്ടായിരുന്നു. അത് ഡെപ്യൂട്ടി ഡയറക്ടർ റിട്ടയർ ചെയ്ത ഒരാൾ.
പിന്നെ സാധാരണക്കാരും മുതിർന്നവരായിട്ട് വലിയ വലിയ ആളുകളൊക്കെ കണ്ടമാനം ആൾക്കാർ കുറേ ഈ കോഴിക്കോട്ട് സേട്ടുമാർ എന്ന് പറയുന്ന ആളുണ്ട്, ഗുജറാത്തികളായിട്ടുള്ള ആൾ, അവർ കുറേ പേരുണ്ടായിരുന്നു. പിൽക്കാലത്ത് സ്വന്തം സംഗീത അധ്യാപകനായി മാറിയ നളിൻ മുൽജി എന്ന് പറയുന്ന ആളുണ്ട് കോഴിക്കോട് ബീച്ചിലുള്ള അദ്ദേഹത്തിന്റെ സഹോദരി, അവരൊക്കെ നമ്മളോട് പഠിച്ചിരുന്നു. MBBS പഠനത്തോടൊപ്പമാണ് സംഗീതം കൊണ്ടുപോകുന്നത്. ഹിന്ദുസ്ഥാനി സംഗീതമാണ് മറാഠിയുടെ അടുത്ത് ചെയ്തിട്ടുള്ളത്. അതിൽ ഏതുവരെ പഠിച്ചു? അത് 5 വർഷത്തോളം പഠിച്ചു. പരീക്ഷയ്ക്കൊന്നും പോയിട്ടില്ല. പ്രധാനമായിട്ട് പാഷനായിരുന്നു. അപ്പോൾ അതിലൊരു ഡിഗ്രി കരസ്ഥമാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു യോഗ്യത സാങ്കേതികമായി നേടുക എന്നതിനപ്പുറം ഈ സംഗീതത്തെ പരമാവധി മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളാൻ സാധിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. പിന്നെ ഹിന്ദുസ്ഥാനി സംഗീതം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ വളരെ വൈവിധ്യങ്ങളുള്ളൊരു സംഗീത ശാഖയാണ്. അതിനകത്ത് ഗീത്, ഗസൽ, ഭജൻ, കവ്വാലി, ധ്രുപദ്, ഠുംരി, അങ്ങനെ ഒത്തിരി സംഗതികളുണ്ട്. കൂടുതൽ അറിയണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മറാഠ ഭാഷ പ്രധാനമായും ഈ ഭജനകളായിരുന്നു പഠിപ്പിച്ചിരുന്നത്. അദ്ദേഹം ഓരോ രാഗത്തിൽ മനോഹരമായ കബീർദാസിൻ്റെയും തുളസിദാസിൻ്റെയും ഒക്കെ വരികൾ മനോഹരമായി കമ്പോസ് ചെയ്യുമായിരുന്നു ഓരോ ഭജൻസ്. അപ്പോൾ അങ്ങനെ അത് പഠിച്ചാൽ തന്നെ ഒരുമാതിരി ആ രാഗം പഠിച്ചു എന്നുള്ളതാണ്. അന്ന് പഠിപ്പിച്ച ഏതെങ്കിലും ഭജനകൾ ഓർക്കുന്നുണ്ടോ? ഇസ് തൻ ധൻ കേ കൗൻ ബഡായി देखत नैनों में मिट्टी मिलाई, मिट्टी मिलाई, इस तन धन की कौन बढ़ाए, देखत नैनों में मिट्टी मिलाई, मिट्टी मिलाई, इस तन धन की. കോഴിക്കോട് മെഡിക്കൽ കോളേജ് അന്ന് തന്നെ കലാപ്രവർത്തനങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്തൊരു കലാലയമായിരുന്നു. പഠിക്കുന്ന കാലത്തുള്ള കലകളുടെ ഓർമ്മകൾ എന്താ ഉള്ളത്? പഠിക്കുന്ന കാലം എന്ന് പറയുന്നത് 975 ഒരു പ്രത്യേകതയുണ്ട്. 975 ജൂൺ 25 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത്. അപ്പോൾ അന്ന് ഞാൻ തേർഡ് ഇയർ സ്റ്റുഡൻ്റാണ്, പറഞ്ഞല്ലോ. 70കൾ കലാലയങ്ങളുടെ പുഷ്കല കാലമായിരുന്നു. മെഡിക്കൽ കോളേജുകളിൽ 2000-ഓളം കുട്ടികളുണ്ടാവും, പല ബാച്ചുകളിലും പലതൊക്കെ ആയിട്ട്. മിക്കവാറും എല്ലാവരും തന്നെ ഒരു 90-99% സാധാരണക്കാരായ കുടുംബത്തിൽ വന്ന ആളാണ്. പഠന മികവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അത് അഡ്മിഷൻ കിട്ടുള്ളൂ. ഇന്നത്തെ മാതിരി പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ഇല്ല. അപ്പോൾ എല്ലാം തന്നെ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വന്ന സാധാരണക്കാരായ അല്ലെങ്കിൽ വളരെ ദരിദ്രരായ കുടുംബത്തിൽ വന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആളുകൾ. പക്ഷെ അന്നത്തെ കാലത്ത് മിക്കവാറും ഈ ആർട്സ് കോളേജിലും സയൻസ് കോളേജിലും ഈ വൈദ്യാഭ്യാസത്തിന് മുമ്പ് പഠിക്കുന്ന കാലഘട്ടത്തിലും കുട്ടികൾ നല്ലൊരു ശതമാനം വായിക്കുന്നവരായിരുന്നു. അന്നിപ്പോൾ ഒ വി വിജയനെയും വൈക്കം മുഹമ്മദ് ബഷീറിനെയും ഷേക്സ്പിയറിനെയും വേർഡ്സ്വർത്തിനെയൊക്കെ പഠിച്ച കുട്ടികൾ, കേശവദേവിനെയും MT ഒക്കെ വായിച്ച കുട്ടികളാണ് പലപ്പോഴും മെഡിക്കൽ കോളേജിൽ വരിക. അന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് മലയാള ചലച്ചിത്ര സംഗീത വേദിയും, ചലച്ചിത്രഗാനം എന്ന് പറയാൻ കാരണം ഏറ്റവും ജനപ്രിയമായ സംഗീത ശാഖ എന്ന് പറയുന്നത് ചലച്ചിത്ര ഗാനങ്ങളാണ്. അന്ന് യേശുദാസിൻ്റെ ശബ്ദവും ആണുള്ള പ്രേംനസീറിൻ്റെ ശബ്ദം, നല്ല സംഗീത സംവിധാനം, വയലാർ ദേവരാജൻ പോലത്തെ ഗ്രൂപ്പുകൾ, ഭാസ്കരൻ മാസ്റ്റർ, ബാബുരാജ് പോലത്തെ ഗ്രൂപ്പുകൾ, ശ്രീകുമാരൻ തമ്പി, ദശാമൂർ സ്വാമി അല്ലെങ്കിൽ അർജുനൻ പോലുള്ള അങ്ങനെയുള്ള അതുകൊണ്ട് വളരെ മനോഹരങ്ങളായ വാക്കുകളും വരികളും സംഗീതവും ആലാപന ശൈലിയൊക്കെ ഗാനങ്ങളുണ്ട്. അത് ഒരു പുഷ്കല കാലമായിരുന്നു. അതൊരു ഭാഗം. മറുഭാഗത്ത് ഈ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ഒരു വസന്തകാലമാണത്. 1967 നക്സൽബാരിയിൽ നിന്ന് പുറപ്പെട്ടത്. അന്ന് മെഡിക്കൽ കോളേജൊക്കെ കഴിയുന്നത് ഈ ഇടതുപക്ഷ തീവ്ര ചിന്താഗതിയുടെ വിളനിലമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ധാരാളം കലാസാഹിത്യ രംഗത്ത്, സിനിമാ രംഗത്തൊക്കെ പ്രമുഖരും മെഡിക്കൽ കോളേജിൽ സിനിമ സന്ദർശകരും നടക്കുമായിരുന്നു. നമ്മുടെ ജോൺ അബ്രഹാം, അതുപോലെ നെടുമുടി വേണു, PA ബക്കർ, പിന്നെ ബാബുരാജ്, G അരവിന്ദൻ, ഇങ്ങനെയുള്ള വലിയ വലിയ ആളുകളൊക്കെ പലപ്പോഴും അവർക്കൊക്കെ മെഡിക്കൽ സ്റ്റുഡൻസിനിടയിലൊക്കെ ധാരാളം ഫ്രണ്ട്സ് ഉണ്ടാവും. അങ്ങനെ വരുന്നതാണ്. സമൂഹമായിട്ട് അത്രമാത്രം ഇഴചേർന്നായിരുന്നു അന്നത്തെ കാലത്തെ മെഡിക്കൽ ജീവിതം എന്ന് പറയുന്നത്. പഠനമായിട്ട് ഇപ്പോൾ എൻ്റെ ഹോസ്റ്റലിൽ വന്നത് ഒരു തൊട്ടടുത്ത റൂമിലായിരുന്നു അദ്ദേഹം താമസിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകരായ 2 മെഡിക്കൽ എൻ്റെ സീനിയർ വിദ്യാർത്ഥികളായിരുന്നു. സമരങ്ങളുടെയും കാലമാണ്. അപ്പോൾ അത് RECയിലും മെഡിക്കൽ കോളേജിലുമാണ് ഈ ഇടതുപക്ഷ തീവ്ര ചിന്താഗതിക്കാർ ഒരു വ്യവഹാര രംഗമായിരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് കഴുകൻ കണ്ണുകൾ എപ്പോഴും മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റലുകളെയും വരാന്തകളിൽ ഇങ്ങനെ വിഹരിച്ചിരുന്നു. അവർ മഫ്റ്റിയിൽ എപ്പോഴും വരുമായിരുന്നു. മഹറൂഫ് രാജ് എന്ന് പറഞ്ഞ സംഗീതകാരനെ വളർത്തുന്നതിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് അത്രയും പങ്കുണ്ട്. വളരെ വലിയ പങ്കുണ്ട്. എൻ്റെ സംഗീതം തിരിച്ചറിഞ്ഞ എൻ്റെ സഹപാഠികളും എൻ്റെ അധ്യാപകരുമാണ് എന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത്. എൻ്റെ അധ്യാപകരുമാണ് ഈ സ്റ്റേസ്കോപ്പ് വിട്ടാലും
സംഗീതം വിടരുത് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ മെഡിക്കൽ കോളേജിൽ നിന്ന് യാത്രയാക്കി ഔട്ട്സോഴ്സ് കഴിഞ്ഞിട്ട്. അന്ന് കൂടുതൽ സ്റ്റേജുകൾ എവിടെ കിട്ടാറുണ്ടായിരുന്നു? അന്ന് കോളേജിൽ ധാരാളം സ്റ്റേജ് ഉണ്ടായിരുന്നു. പിന്നെ കോഴിക്കോട് നഗരത്തിൽ കണ്ടമാനം സ്റ്റേജ് ഉണ്ടാവും. ഞാൻ കോഴിക്കോട് സംഗീതം പെർഫോം ചെയ്യാത്ത ഓഡിറ്റോറിയങ്ങളും സ്റ്റേജുകളും ഇല്ല. ടാഗോർ ആണെങ്കിലും ശ്രീനാരായണ സെൻട്രൽ ഹാളായാലും ടൗൺ ഹാളായാലും അവിടങ്ങളിലൊക്കെ ഞാൻ കണ്ടമാനം പ്രോഗ്രാം ചെയ്തു. വസന്ത സദനത്തിൻ വാതായനങ്ങളിലെ വനപുഷ്പരാജ കുമാരികളെ, മത്സരിക്കേണ്ട സൗന്ദര്യ മത്സരത്തിൽ മത്സഖിയോടിന്നു നിങ്ങളാരും. വസന്ത സദനത്തിൻ വാതായനങ്ങളിലെ വനപുഷ്പരാജ കുമാരികളെ, മത്സരിക്കേണ്ട സൗന്ദര്യ മത്സരത്തിൽ മത്സഖിയോടിന്നു നിങ്ങളാരും. വസന്ത സദനത്തിൻ വാതായനങ്ങളിലെ വനപുഷ്പരാജ കുമാരികളെ. കോഴിക്കോട് നഗരത്തിൻ്റെ ഒരു സംഗീത പാരമ്പര്യത്തെക്കുറിച്ച് എല്ലാവരും, കേരളത്തിലുള്ള ആളുകൾ മുഴുവനും പറയാറുണ്ട്. മാത്രമല്ല ഏതൊരാൾക്ക് വന്നിട്ടും കോഴിക്കോട് നഗരത്തിൽ വന്ന് പാടാൻ പേടിയാണ്. കാരണം ആസ്വദിക്കുന്ന ആസ്വാദകർ അത്രയും ലിറ്ററേറ്റ് ആണ് സംഗീതത്തെക്കുറിച്ച്. കോഴിക്കോടിൻ്റെ നഗരത്തിൻ്റെ സംഗീത പാരമ്പര്യം അതിൻ്റെ ഒരു തുടക്കം മുതലുള്ള ആളാണ് ഡോക്ടർ മഅറൂഫ് രാജ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു വളർച്ച എങ്ങനെ നോക്കിക്കാണുന്നു? അതിൻ്റെ ഒരു അനുഭവങ്ങൾ എന്തായിരുന്നു? ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന തലമുറയോട് കൂടെ ഒപ്പമല്ല തുടങ്ങിയത്. കോഴിക്കോട് നഗരത്തിലെ സംഗീത പാരമ്പര്യം വളരെ കാലം മുമ്പുള്ള, കാരണം കോഴിക്കോട് നഗരത്തിൽ വളരെ മഹത്തായ 3 സംഗീതധാരകളുണ്ട്. അത് ഏറ്റവും പരമപ്രധാനമായത് ഹിന്ദുസ്ഥാനി സംഗീതമാണ്. പഴയ കാലം മുതൽ എത്രയോ ദശാബ്ദങ്ങൾക്ക് മുമ്പേ തന്നെ ഈ ഉത്തരേന്ത്യയിൽ നിന്നും മംഗലാപുരത്തു നിന്നും ബോംബെയിൽ നിന്നൊക്കെ പത്തേമാരി വഴി കേരളത്തിന് തീരപ്രദേശങ്ങളിൽ വരികയും കാസർഗോഡ് മുതൽ കൊച്ചി വരെയുള്ള തുറമുഖ നഗരങ്ങളിൽ സാധാരണക്കാരായ ആളുകളെ സംഗീതം അഭ്യസിപ്പിച്ചിരുന്ന ഹിന്ദുസ്ഥാനി കലാകാരന്മാരുണ്ടായിരുന്നു. അങ്ങനെ വന്ന ഒരാളാണ് ബാബുരാജിന്റെ പിതാവ് ഉസ്താദ് ജാൻ മുഹമ്മദ്. KG സത്താർ എന്ന് പറയുന്ന മാപ്പിളപ്പാട്ടിലെ പ്രമുഖനായ ഗായകന്റെ പിതാവ് ഇതേമായി അവിടുന്ന് വന്ന ഒരാളാണ്. ഇവർ സംഗീതം പഠിപ്പിച്ചു. ഇപ്പോൾ കോഴിക്കോടാണെങ്കിൽ അട്ടിമറി തൊഴിലാളികളെയും ഈ വല്യങ്ങാടിയിലെ തൊഴിലാളികളെയും ചുമട് തൊഴിലാളികളെയും ഒക്കെ. അതുകൊണ്ടാണ് അന്നത്തെ കാലത്ത് കോഴിക്കോട് നഗരത്തിൽ ധാരാളം മാളികപ്പുറ ഗാനമേളകൾ ഉണ്ടായിരുന്നു, ഈ ക്ലബ്ബുകൾ. വൈകുന്നേരം കഴിഞ്ഞ് തൊഴിലാളികളൊക്കെ വീട്ടിൽ പോയി കുളിച്ച് വസ്ത്രമൊക്കെ മാറി വന്ന് രാത്രി എല്ലാവരും കൂടിയിരുന്ന് അവിടെ ഹാർമോണിയം, തബലയും പിന്നെ ഷാഹി ബജ ഉണ്ടാവും. ഇങ്ങനെ 3-4 ഇൻസ്ട്രുമെന്റ്സേ ഉള്ളൂ. പരസ്പരം പാടി ആഘോഷിച്ച് ആഹ്ലാദിച്ച് പാതിരാവ് കഴിഞ്ഞതിന് ശേഷം പാടി തീർന്നു. അങ്ങനെയൊക്കെ വളർന്ന കുറേ കലാകാരന്മാർ. ബാബുരാജൊക്കെ സ്ഥിരമായിട്ട് അതിൽ പാടിയിരുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെയാണ് കോഴിക്കോടിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. ആ സ്റ്റേജ് ഓർമ്മകൾ എന്തൊക്കെയാണുള്ളത്? ആ കാലഘട്ടത്തിൽ ഞാൻ പാടിയിരുന്നത് മുഹമ്മദ് റഫി സാഹിബിൻ്റെ പാട്ടുകൾ മാത്രമാണ്. അന്ന് ഞാൻ മുഹമ്മദ് റഫി സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. അത് വേറെ ആരുടെയും ഗാനങ്ങൾ പാടുമായിരുന്നില്ല. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച റഫി സാഹിബിന് ഈ മാസ്റ്റേഴ്സ് നൗഷാദ്, OP നയ്യർ, SD ബർമൻ, റോഷൻ, ഈ 4 പേരുടെ ഗാനങ്ങളാണ് ഞാൻ ആലപിച്ചിരുന്നത്. അന്ന് ആലപിക്കുമായിരുന്നുള്ളൂ. എനിക്ക് റോഷൻ എന്ന് പറയുന്ന സംഗീത സംവിധായകനോട് കൂടുതൽ മമതുള്ള ഒരാളാണ്. കേരളത്തിൽ അത്ര പ്രചാരമുള്ള ആളല്ല. ഞാൻ അന്നൊക്കെ ഞാൻ നൗഷാദിൻ്റെ പാട്ടുകൾ, ഉദാഹരണമായിട്ട് കോഹിനൂറിലെ മധുബനമേ രാധികാനച്ചർ, അന്ന് ഞാൻ സിനിമയായിട്ട് പാടിയിരുന്ന ആ പാട്ടായിരുന്നു. मधुबन में राधिका नाचे रे, मधुबन में राधिका नाचे रे, गिरधर की मुरलिया बाजे रे, गिरधर की मुरलिया बाजे रे, मधुबन में राधिका नाचे रे. കോഴിക്കോട് നഗരത്തിലെ മുഹമ്മദ് റാഫിയുടെ പാട്ടുകൾ പാടുന്ന ആളാണെന്ന് പറഞ്ഞു. അന്നത്തെ ക്ലബ്ബുകൾ, അന്നത്തെ സ്റ്റേജുകൾ, നിങ്ങളുടെ കൂടെ ഇത്തരം വേദികളിലൊക്കെ പങ്കിട്ട ആളുകൾ, അവരൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? അന്ന് കോഴിക്കോട് നഗരത്തിലെ പ്രധാനപ്പെട്ട 3 ക്ലബ്ബുകളാണ്. സുകുമാരൻസ് ഓർക്കസ്ട്ര, 2 ബ്രദേഴ്സ് ക്ലബ്ബ്, 3 ഹട്ടൻസ് ഓർക്കസ്ട്ര. ഇവരാണ് അന്നിങ്ങനെ പൊന്തി നിൽക്കുന്ന ഏറ്റവും പരമപ്രധാനമായ ഉള്ള. അന്ന് ഒക്കെ ക്ലാസ് ഇൻസ്ട്രുമെൻ്റലിസും കെയർവോണൊക്കെ ഉള്ള കാലഘട്ടമാണത്. അന്ന് AK സുകുമാരൻ, പപ്പേട്ടൻ എന്ന് പറയുന്ന പത്മനാഭൻ ചേട്ടൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ലീന ചേച്ചി, ഹരിദാസൻ, ഇങ്ങനെ പ്രമുഖരായ CM വാടിയൽ, ഹേമന്ത് ഉണ്ടായിരുന്നു. ഈ 3 ഗാനമേള ക്ലബ്ബുകളും 3 ധാരകളെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. ഹട്ടൻസ് ഓർക്കസ്ട്ര എന്ന് പറയുന്ന കുറേ കൂടെ
ഈ വെസ്റ്റേൺ മ്യൂസിക്കിനോട് ആഭിമുഖ്യമുള്ള ഗ്രൂപ്പായിരുന്നു. ബ്രദേഴ്സ് മ്യൂസിക്കിലൊക്കെ കുറേ പേര് ഗോളറൻസ് കുറേ ഉദ്യോഗസ്ഥരുള്ള ഇതായിരുന്നു. സുകുമാരൻ ഓർക്കസ്ട്രയിൽ പെടാതെ പൊതുവെയുള്ള മറ്റു കോഴിക്കോട്ടെ മുഖ്യധാര സംഗീതജ്ഞരുടെ ഒരു കൂട്ടായ്മയായിരുന്നു. ശേഷം പിന്നെ സംഗീത മഹൽ, രാഗമാലിക, അങ്ങനെ കുറേ ക്ലബ്ബുകൾ വേറെ വന്നിരുന്നു. അപ്പം ഞാൻ അക്കാലഘട്ടത്തിൽ പ്രധാനമായും സംഗീത മഹലും പിന്നെ രാഗമാലിക, ഈ 2 ഗാനങ്ങളാണ് ഞാൻ പാടിയിരുന്നത്. അന്ന് എൻ്റെ കൂടെ പാടിയിരുന്ന ആളായിരുന്നു VT മുരളി. ഞാൻ അന്ന് റഫി സാഹിബിൻ്റെ പാട്ടാണ് പാടുക. അന്നത്തെ കാലങ്ങളിൽ പുറമേ നാളുകളെ കൊണ്ടുവന്ന് പാടിപ്പിക്കുന്ന അത്തരം ഓർമ്മകളുണ്ടോ? റഫി സാഹിബിൻ്റെ അവസാനത്തെ കോഴിക്കോട്ട് വന്ന അദ്ദേഹത്തിൻ്റെ അവസാനത്തെ യാത്ര എനിക്കിന്നൊരു പച്ചപിടിച്ച ഓർമ്മയാണ്. അദ്ദേഹം കോഴിക്കോട്ട് വന്നത്, അദ്ദേഹം വിസിറ്റ്. അന്ന് MESൻ്റെ ധനശേഖരണാർത്ഥാണ് റഫി സാഹിബ് വന്നത്. 1973 ഡിസംബർ 16 സംഭവം. അപ്പോൾ അന്ന് അദ്ദേഹം ബാംഗ്ലൂരിൽ വരുമ്പോൾ 2 മണിക്കൂർ ലേറ്റായിട്ട് വരുന്നത്. അപ്പോൾ മാനാഞ്ചിറ മൈതാനം കംപ്ലീറ്റ് ആണ് ആളുകൾ, ഒരാൾക്ക് എക്സ്ട്രാ നിൽക്കാൻ സ്ഥലമില്ല, അത്രമാത്രം ആളുകളുണ്ടായിരുന്നു. അവിടെയാണ് റഫി സാഹിബ് വരുന്നത്. രാത്രി 8:45 അദ്ദേഹം എത്തുന്നത്. വൈകുന്നേരം 6:30 വരാമെന്ന് പറയുന്ന ആൾ, കാരണം ഇത് ചുരത്തിൽ ബ്ലോക്ക് വന്നുകൊണ്ട് അദ്ദേഹം തണുപ്പ് കാരണം, സ്കോഡ ഉള്ളത് കാരണം കുറച്ച് നേരം സുൽത്താൻ ബത്തേരി എവിടെയോ വിശ്രമെടുത്ത് വരികയാണ്. അതെനിക്കൊരു ഓർമ്മയാണ്, അത് അദ്ദേഹം വന്നത്. പിന്നെ തലത്ത് മഹമ്മൂദ് കോഴിക്കോട്ട് സമോറിയൻസ് ഹൈസ്കൂളിൽ വന്ന് പാടിയത് ഞാൻ ഓർക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ ജന്മനാടായ ചെറുവണ്ണൂരിൽ ഞങ്ങൾക്ക് ഗ്രാൻഡ് മ്യൂസിക് ക്ലബ് എന്നൊരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്നാണ് പാടി തുടങ്ങിയത്. 1972 നല്ല വയലിനിസ്റ്റുകൾ കുറവായിരുന്നു കോഴിക്കോട്ട്. വയലിനിസ്റ്റുകൾ ഏറ്റവും കൂടുതലുള്ളത് തൃശ്ശൂരായിരുന്നു. ആ വയലിനിസ്റ്റ് ഗ്രൂപ്പുകളിൽ നിന്നാണ് പിന്നെ നമ്മുടെ ജോൺസൺ മാഷും ഔസേപ്പച്ചനും. അപ്പോൾ അന്ന് ആ തലമുറയിൽപ്പെട്ട കുറേ വയലിനിസ്റ്റുകൾ ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ കീബോർഡ് പ്ലേ ചെയ്യാനും, എൻ്റെ ഗ്രാൻഡ് മ്യൂസിക് ക്ലബിൻ്റെ കോഴിക്കോട്ട് നഗരത്തിലെ മികച്ച പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷൻ പ്ലേ ചെയ്യാനും ഇതിൽ ഈ കീബോർഡ് ആർട്ടിസ്റ്റുകളെയും വയലിനിസ്റ്റുകളെയും നമ്മൾ തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവരിക ചെയ്യും. ഹിന്ദുസ്ഥാനി സംഗീതമാണ് പഠിച്ചതെന്ന് പറഞ്ഞാൽ അപ്പോൾ സ്വാഭാവികമായിട്ടും മാപ്പിളപ്പാട്ടുമായിട്ട് ബന്ധമുണ്ടോ? മാപ്പിളപ്പാട്ടിനോട് എന്തുകൊണ്ടോ എനിക്ക് വലിയൊരു ആഭിമുഖ്യം ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട കാരണം മാപ്പിളപ്പാട്ടിൽ പിൽക്കാലത്തൊന്നും ഇന്നോവേഷൻ വന്നിട്ടില്ല. ഇന്നോവേഷൻ അതിലൊരു മെച്ചപ്പെടുത്തൽ ഉണ്ടായിട്ടില്ല. പഴയ കാലത്ത് പാടി പതിച്ച ഇണങ്ങൾ തന്നെ വീണ്ടും ഒരേ വീഞ്ഞ് കുപ്പി മാറ്റി കൊടുക്കുന്ന പോലെയാണ്. അത് മാപ്പിളപ്പാട്ടിൽ അത്രയും പ്രശസ്തമായ പാട്ടുകൾ അധികം ചെയ്തിരിക്കുന്നത് ബാബുക്കയാണ്. പക്ഷേ ബാബുക്കയേക്കാൾ മുമ്പ് SM കോയ എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു, കോഴിക്കോട്ട് SM കോയ. അദ്ദേഹം ആണ് മാപ്പിളപ്പാട്ടുകളുടെ കുലപതി എന്ന് പറയാവുന്നത്. ഈ SM കോയയിൽ നിന്നും ബാബുക്കക്ക് ധാരാളം സംഗതി കിട്ടിയിട്ടുണ്ട്. അത് ബാബുക്ക് അത് സിനിമയിൽ നന്നായി പ്രകടിപ്പിച്ച് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒറിജിനൽ സാധനങ്ങൾ കൂടുതൽ കിടക്കുന്ന SM കോയ സാറിൻ്റെ അടുത്താണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നല്ല നല്ല ട്യൂണുകൾ ഉണ്ടായിരുന്നു, ഒറിജിനൽ സാധനങ്ങൾ. ബാബുക്കൊക്കെ ചെയ്ത മാപ്പിളപ്പാട്ടൊക്കെ അതിമനോഹരങ്ങളാണ്. പക്ഷെ അത് പിൽക്കാലത്ത് ഈ മാപ്പിളപ്പാട്ടിൻ്റെ ഒരു വാണിജ്യ വിപണന സാധ്യത കണ്ടെത്തി, ഈ പ്രത്യേകിച്ചും ഈ ഗൾഫ് സംസ്കൃതിയൊക്കെ വന്ന് കണ്ടമാനം പണം വന്നു തുടങ്ങിയതോടുകൂടി ഈ ഗൾഫ് നാടുകളിലൊക്കെ മാപ്പിളപ്പാട്ടുകൾ പ്രചാരം കിട്ടിയോടുകൂടി അതിൻ്റെ വിപണന സാധ്യത മനസ്സിലാക്കി കുറേ ആൾക്കാരിൽ കടന്നു വന്നിട്ടുണ്ട്. അതുകൂടി മാപ്പിളപ്പാട്ടിൻ്റെ ഒരു കമേഴ്ഷ്യലൈസേഷൻ നടന്നപ്പോൾ അതിൽ ഇംപ്രവൈസേഷനും ഇന്നോവേഷനും നടക്കാതെ പോയി. അതുകൊണ്ട് പഴയ മോയൻകുട്ടി വൈദ്യരുടെയും മറ്റും മറിച്ചൊക്കെ ഇശലുകളും താളങ്ങളും ആ ഒരു ഈണങ്ങളൊക്കെ വെച്ച് അതിൻ്റെ മേലെ വരികൾ മാത്രം മാറ്റിയാണ് പിന്നെ കൊണ്ടുപോകുക. കോഴിക്കോടുകാരനായ പ്രത്യേകിച്ച് ഹിന്ദുസ്ഥാനി പഠിച്ച ഒരാൾ എന്നുള്ള നിലയ്ക്ക് മാപ്പിളപ്പാട്ടിനോട് വിമുഖത കാണിക്കുക. മാപ്പിളപ്പാട്ട് ഇതുവരെ പാടിയിട്ടുമില്ല, പ്രത്യേകിച്ച് ബാബുക്കയുടെ ഒരു ആരാധകൻ. അല്ല, മാപ്പിളപ്പാട്ട് പാടിയിട്ടുണ്ട് ഞാൻ. ബാബുക്കയുടെ മാപ്പിളപ്പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. അല്ലേ താമരമിഴിയാളെ എൻ വള്ളി പൂങ്കുയിൽ മൊഴിയാളെ മുത്തേ നിന്നുടെ ചുണ്ടത്താരി പുഞ്ചിരി വിളയിച്ചു പുത്തൻ മുന്തിരി വിളയിച്ചു. അല്ലേ താമരമിഴിയാളെ എൻ വള്ളി പൂങ്കുയിൽ മൊഴിയാളെ മുത്തേ നിന്നുടെ ചുണ്ടത്താരി പുഞ്ചിരി വിളയിച്ചു പുത്തൻ മുന്തിരി വിളയിച്ചു. മഹറൂഫ് രാജ് എന്ന് പറഞ്ഞ ഡോക്ടറും അതേപോലെ തന്നെ സംഗീതകാരനും മെഡിസിനും സംഗീതവും ഒരുമിച്ച് കൊണ്ടൊരു സംഗീത തെറാപ്പി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് സാറ് ആ രംഗത്തേക്ക് എത്തിപ്പെട്ടതും അതിൻ്റെ ഒരു എഫക്റ്റും എങ്ങനെയാണ്? വൈദ്യശാസ്ത്രം ഒരു 4ാം വർഷം വിദ്യാർത്ഥിയായപ്പോഴാണ് എനിക്കിപ്പോൾ തോന്നിയത് എൻ്റെ ശരിയായ വഴി സംഗീതമാണെന്ന്. അന്ന് നന്നായി പഠിക്കുമായിരുന്നു. രോഗികളെ പരിശോധിച്ചു തുടങ്ങിയപ്പോൾ ഔദ്യോഗിക കാലഘട്ടത്തിൽ ഞാൻ സർക്കാർ സർവീസിലായിരുന്നു. ആദ്യ കാലഘട്ടത്തിൽ ഞാൻ ഭൂരിഭാഗവും ഞാൻ നാട്ടിൻപുറങ്ങളിലായിരുന്നു, ഗ്രാമാന്തരങ്ങളിലായിരുന്നു. നന്മണ്ടായിരുന്നു അധികം. എൻ്റെ കൺസൾട്ടിംഗ് റൂമിൽ എപ്പോഴും റേഡിയോ പാടിക്കൊണ്ടിരിക്കും. പിന്നെ ഞാനും പേഷ്യൻസ് വരുന്ന സന്ദർഭം അവർ പരിശോധിക്കുമ്പോഴും അവർ വരുന്നതിനിടയിലൊക്കെ തന്നെ ഞാൻ മേശപ്പുറത്ത് താളം മുട്ടുകയും അറിയാതെ മൂളിപ്പാട്ടൊക്കെ പാടുമായിരുന്നു. ഇത് ഞാൻ ശ്രദ്ധിക്കാതെ വന്നു പോകുന്നതാണത്. അപ്പോൾ ഇത് രോഗികൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആദ്യം ആളുകൾക്ക് അതൊരു കൗതുകം ആയിരുന്നെങ്കിലും പിന്നെ ആളുകൾക്ക് അത് ഒരു കൗതുകത്തിന് മാറി ഒരു ഇഷ്ടത്തിലേക്ക് നീങ്ങുകയായി. പിന്നെ ആളുകൾക്ക് റേഡിയോ പാടാത്ത ദിവസം ആൾക്കാർ വന്നാൽ ചോദിക്കും, ഇന്ന് സാർ റേഡിയോ ഇല്ലേ എന്ന് ചോദിക്കും. രോഗികളെ പരിശോധിക്കുന്ന സന്ദർഭം മൂളുകയോ അല്ല പാടുകയോ ചെയ്യുമ്പോൾ പെട്ടെന്ന് എന്തോന്ന് അറിയില്ല, അവർക്ക് ചികിത്സകൻ്റെ ഉള്ളവുമായിട്ട് അവരുടെ ഉള്ളത്തിനൊരു റാപ്പ് വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു ബോണ്ടേജ് വരുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്.
അത് അവരുടെ പെരുമാറ്റത്തിലും അവരുടെ ബോഡി ലാംഗ്വേജിലും അവരുടെ കഥകൾ വെളിവാക്കുന്നതിലും എൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിലും കാണുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ വ്യത്യാസങ്ങൾ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അവർക്ക് സംഗീതമുള്ള ഡോക്ടർ എന്ന് പറയുന്നത് രോഗികൾ ഇഷ്ടപ്പെടുന്ന സംഗതിയാണ് എനിക്ക് അങ്ങനെ മനസ്സിലാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് സംഗീതവും വൈദ്യശാസ്ത്രവും തമ്മിൽ അറിയാതെ വന്ന സമ്മേളനമാണത്. പിന്നെ ഞാൻ PG ചെയ്യുമ്പോഴാണ് സംഗീതവും ഈ മ്യൂസിക് തെറാപ്പി അല്ലെങ്കിൽ സംഗീതത്തിലൂടെയുള്ള ഇൻ്റർവെൻഷൻസ് ട്രീറ്റ്മെൻറ്റ് ഫീൽഡ്, പേഷ്യൻ്റ് കെയർ ഫീൽഡിൽ അതിനെക്കുറിച്ച് എനിക്ക് അന്ന് അവിടെ PG ചെയ്യുമ്പോൾ എൻ്റെ കൂടെ വേറെയും കുറേ സംഗീത താല്പര്യമായ കുറേ വിദ്യാർത്ഥികളുണ്ടായിരുന്നു. ശാസ്ത്രീയമായ അന്വേഷണങ്ങളും ഗവേഷണങ്ങളൊക്കെ നടത്തി അങ്ങനെ ഉരുത്തിരിഞ്ഞ സംഗതിയാണ് ഈ മ്യൂസിക് രോഗ നിർണയത്തിലും രോഗ ശുശ്രൂഷയിലും ഒക്കെ തന്നെ സംഗീതത്തിന് അസാമാന്യമായ പങ്കുണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ ഞങ്ങളങ്ങനെ മെഡിക്കൽ കോളേജിൽ ഞാൻ MD ഇവിടുന്ന് ചെയ്ത് അന്ന് പല വാർഡുകളിലും സംഗീതമൊക്കെ നമ്മൾ ഉപയോഗിച്ച് പല ഇൻ്റർവെൻഷൻ നടത്തിയത്. അതൊക്കെ തന്നെ പ്രാകൃത രൂപങ്ങളാണ്, ഒരു വ്യവസ്ഥാപിതമായ രൂപമൊന്നും ആയിരുന്നില്ല. ക്യാൻസർ വാർഡുകൾ, ഗാസ്ട്രോഎൻട്രോളജി, ഉദരരോഗ ചികിത്സാ വാർഡുകളിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, മൈനർ തിയേറ്ററിലൊക്കെ. അപ്പം അങ്ങനെയാണ് സംഗീതത്തിലേക്ക് വന്നത്. പിന്നെ ഞാൻ കുറേ ഈ പഠനങ്ങളുടെ ഈ തീസീസുകളുടെ ഈ റിസർച്ചുകളുടെ ഒക്കെ ഗൈഡായിട്ടും അതിൽ സഹായിയായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. പലപ്പോഴും MSc നഴ്സിംഗ് സ്റ്റുഡൻസ് കണ്ടക്ട് ചെയ്യുന്ന ധാരാളം പഠനങ്ങൾ കണ്ടിട്ട് ഒരു 8, 9, 10 പഠനങ്ങളോളം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അപ്പോഴേക്ക് ഡോക്ടർ സുവർണ്ണ നാലപ്പാട്ടുമായി പരിചയമായി. സുവർണ്ണ നാലപ്പാട്ട് എന്നെ പെത്തോളജി പഠിപ്പിച്ച അധ്യാപികയായിരുന്നു. അവരാണ് കേരളത്തിൽ അറിയപ്പെടുന്ന, ഒരുപക്ഷെ ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വലിയ ഒരു സംഗീത ചികിത്സയുടെ ഒരു വലിയ അതോറിറ്റിയാണത്. അപ്പോൾ അവർ ആണ് എന്നെ ഈ മേഖലയ്ക്ക് പിന്നെ കൊണ്ടുവന്നത്. അപ്പോൾ അവരുടെ ചില സംരംഭങ്ങളിൽ എന്നെ പങ്കാളിയാക്കാൻ തുടങ്ങി. അങ്ങനെ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു മ്യൂസിക് തെറാപ്പി പ്രയോഗിക്കുന്ന ട്രെയിനേഴ്സിൻ്റെ ട്രെയിനിങ് ഫോർ ട്രെയിനേഴ്സ്, അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സിൽ അതിൻ്റെ 4 ഉപദേശകരിൽ ഒരാളായിട്ട് എന്നെ സ്വീകരിക്കേണ്ടായി. മഹാരാജ് കോളേജിലെ വിഭാഗ മേധാവിയായിരുന്നു. ഒന്ന് തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയുടെ സംഗീത വിഭാഗത്തിൻ്റെ മേധാവിയായ ഒരു ആളുണ്ടായിരുന്നു. പിന്നെ മാഡം ഇവരുണ്ടായിരുന്നു, സുവർണ്ണ നാലപ്പാട്ട്, പിന്നെ ഞാനും. അപ്പോൾ ഇത് ചികിത്സാ രംഗത്ത് മ്യൂസിക് തെറാപ്പി ഒരു സെക്ഷനായി തന്നെ വന്നു ആ സമയം. അപ്പോഴേക്ക് ആ കൺസെപ്റ്റ്, പക്ഷേ അതിൽ അത്ഭുതകരമായ കാര്യം ഈ വൈദ്യശാസ്ത്രം, ആധുനിക വൈദ്യശാസ്ത്രം, ഞങ്ങൾ മോഡേൺ മെഡിസിൻ, ഞാനൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന മോഡേൺ മെഡിസിൻ ബേസിക് സയൻസാണ്. ഈ സയൻസ് പിന്തുടരുന്ന ആളുകൾക്ക് എപ്പോഴും എവിഡൻസ് വേണം. എനിക്ക് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ പിന്തുണ കിട്ടിയത് മോഡേൺ മെഡിസിൻ ഡോക്ടർമാരുടെ കയ്യിൽ നിന്നല്ല. അവർ പലരും സന്ദേഹികളായിരുന്നു. പക്ഷേ ആയുർവേദ ഡോക്ടർമാരും അതുപോലെ തന്നെ ഹോമിയോ ഡോക്ടർമാരും അതുപോലെ മറ്റു പല പ്രൊഫഷൻസ്, എഞ്ചിനീയേഴ്സ്, അങ്ങനെ അവരുടെയൊക്കെ പല വേദികളിലും പല കൂടുതലും എനിക്ക് ധാരാളം ടോക്കിന് പോകുമായിരുന്നു ഞാൻ. അവരുടെ ഭാഗത്ത് നല്ല സപ്പോർട്ടാണ് കിട്ടിയത്. പിന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ കൂടെ സ്റ്റഡീസൊക്കെ വന്നു. ഇപ്പം ഈ പാലിയേറ്റീവ് കെയറിലും ക്യാൻസർ വാർഡിലും പിന്നെ സർജിക്കൽ വാർഡിലും പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലും ഓപ്പറേഷൻ തിയേറ്ററുകളിലും വൃക്കരോഗം ബാധിച്ച രോഗികളെ ചികിത്സിക്കുന്ന വാർഡുകളിൽ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റുകളിൽ അതുപോലെ ഡയാലിസിസ് യൂണിറ്റുകളിലൊക്കെ ഇപ്പോൾ സംഗീതം വളരെ വളരെ ഇപ്പോൾ കുട്ടികളുടെ വാർഡുകളിൽ ഒക്കെ വളരെ പറഞ്ഞു വന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സംഭവമാണ്. അതെ, അതിൽ ഞാൻ അതിൻ്റെ ഒരു അഡ്വൈസറായിരുന്നു. അതിൽ 6 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അതിൽ അവരെല്ലാവരും തന്നെ MA മ്യൂസിക് കഴിഞ്ഞ ആളുകളാണ്. അപ്പോൾ അതിൽ ഞാൻ അതിൻ്റെ ഞാനൊരു എക്സാമിനറായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്, മ്യൂസിക് തെറാപ്പി എന്നുള്ള സംഗീതത്തിലേക്ക് വന്നത്. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നത് ആതുരാലയങ്ങളിലുള്ള സംഗീതം കൊണ്ട് ഇടപെടലിനേക്കാൾ കൂടുതൽ ആവശ്യം സംഗീതത്തിൻ്റെ പ്രസക്തി സമൂഹത്തിലാണ്. ഈ കേരള സമൂഹത്തിലാണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ്സുള്ളൊരു സമൂഹമാണ്. കലഹപ്രിയത കൂടിയിട്ടുണ്ട്, വയലൻ്റാണ്, അഗ്രസീവാണ്, അഗ്രഷൻസ് ഉണ്ട്, അജിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഉള്ളിലുള്ള സംഗീതം നഷ്ടപ്പെടുന്ന, ഹാർമണി നഷ്ടപ്പെടുന്ന ആളുകളുടെ ഒരു വിഷയമാണത്. അപ്പോൾ നമ്മൾ നഗരവീഥികളിൽ തെരുവീഥികളിലൊക്കെ മുദ്രാവാക്യം മുഴക്കുകയും ഗരാവോ ചെയ്യുകയും ബ്ലോക്ക് ചെയ്യുകയും ബന്ദ് നടത്തുകയും ചെയ്യുന്ന വലിയൊരു ശതമാനം ആളുകൾക്ക് ഉള്ളിൽ ഈ ഹാർമണി നഷ്ടപ്പെട്ടവരാണ്. അപ്പോൾ എൻ്റെ തോന്നൽ ഇപ്പോൾ ആതുരാലയങ്ങളെല്ലാം സംഗീതം വേണ്ടത് ഇപ്പോൾ സമൂഹത്തിലാണ് വേണ്ടത്. കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ എൻട്രൻസ് കോച്ചിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രെസ് ഏരിയയാണ്. അവിടങ്ങളിലൊക്കെ സംഗീതം ആവശ്യമാണ്. ഈ അക്കാദമി രംഗത്ത് നല്ല നിലവാരം പുലർത്തുന്ന കുട്ടികൾ പാട്ട് കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സാധാരണ രീതിയിൽ രക്ഷിതാക്കൾ വിലക്കാറുണ്ട്. കുട്ടികളും ഇതേപോലെ തന്നെ പഠിച്ചത് മറന്നു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ പാട്ട് കേൾക്കാതിരിക്കുകയും ചെയ്യാറുണ്ട്. അത് തെറ്റാണ്, അത് അങ്ങേറ്റം തെറ്റാണ്. പഠനശേഷി കൂട്ടുന്നത് ആണ് സംഗീതം, കുട്ടിക്ക് ഇഷ്ടപ്പെടുന്ന സംഗീതം എന്ന് തെളിയിക്കുന്ന പഠനങ്ങളുണ്ട്. മാത്രമല്ല സംഗീതത്തിനകത്ത് കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, സുവോളജി ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്. 8 മാത്രമല്ല പാട്ടെന്ന് പറഞ്ഞാൽ 1 2 3 4 1 2 3 4 അത് അരിത്മാറ്റിക്കാണ്. ആ 16 മാത്രമുള്ള പാട്ട് ധാദിൻ തിന്താ താദിൻ തിന്താ താദിൻ തിന്താ ധാദിൻ തിന്താ 16 മാത്രമുള്ള പാട്ട് അതിൽ സമ്മും കാലിയുണ്ട്, ബീറ്റും ഓഫ് ബീറ്റും ഉണ്ട്. അങ്ങനെ പാടുമ്പോൾ അത് മാത്തമാറ്റിക്സ് ആണ്. ഞാനും നിങ്ങളും സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്നോട് ചോദ്യവും ഞാൻ മറുപടി പറയുന്ന ഒരു ശ്രുതിയിലാണ്, അത് നിങ്ങളറിയോ, അത് സുവോളജിയാണ്. പിന്നെ പാട്ടുകളുടെ ഇടയിൽ അതിൻ്റെ ഫ്രീക്വൻസി, അതിൻ്റെ ശ്രുതിയും, അത് ഫിസിക്സാണ്. കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ പാട്ട് കേൾക്കുമ്പോൾ തലച്ചോറിലുണ്ടാകുന്ന ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ഉൽപ്പാദനമുണ്ട്. ഈ സന്തോഷത്തിൻ്റെ ഹോർമോൺസ്, നമ്മുടെ സുഷുപ്തിയുടെ ഹോർമോൺസ്,
അങ്ങനെയുള്ള സമാധാനത്തിൻ്റെ ഹോർമോൺസ്, സ്ട്രെസ് ഹോർമോൺസ് കുറയുന്നത്, ഇതൊക്കെ കെമിസ്ട്രിയാണ്. നമ്മളെ സ്ട്രെസ് കൂട്ടുന്ന ഹോർമോണുകൾ പിൻവാങ്ങുകയും നമ്മളെ സ്ട്രെസ് കുറയ്ക്കുന്ന, മനസ്സമാധാനം നൽകുന്ന, സന്തോഷം നൽകുന്ന ഹോർമോൺസ് കൂടുകയും ചെയ്യുന്നത് അത് കെമിസ്ട്രി അല്ലേ. അപ്പോൾ സംഗീതം എന്ന് പറഞ്ഞാൽ മനുഷ്യന് പോഷകമാണ്, അത് മരുന്നാണത്, അത് അമൃതാണ്. സംഗീത ചികിത്സ, മ്യൂസിക് തെറാപ്പിയുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ എന്താണ്? ഏതെങ്കിലും ആളുകൾക്ക് ആ രീതിയിൽ ഗുണം ചെയ്ത രീതി? ധാരാളമുണ്ട്. ഒരു ഓട്ടിസ്റ്റിക് കുട്ടി ഉണ്ടായിരുന്നു. വിദ്യാസമ്പന്നരായ ദമ്പതികളുടെ ഏക മകനാണ്. അവന് ഗുരുതരമായ ഓട്ടിസമാണ്. അപ്പോൾ അവൻ അതുമായി ബന്ധപ്പെട്ട ചില സ്വഭാവ വൈകല്യങ്ങളുള്ളതുകൊണ്ട് സ്കൂളിലെ അധ്യാപകർക്കും ബാക്കി വിദ്യാർത്ഥികൾക്കും മറ്റു വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾക്കും ഇവൻ്റെ ചില ടാൻഡ്രംസ് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അങ്ങനെ അവസാനം ഈ വാസ് സെൻറ്റ് ഔട്ട് ഓഫ് ദി സ്കൂൾ. ഇവനിങ്ങനെ പല വീട്ടിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ ഇവൻ അവിടുത്തെ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് എന്തോ ആവശ്യത്തിന് ഇവൻ്റെ പിതാവ് ചെന്നപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, കോഴിക്കോട്ട് സംഗീതം കൊണ്ടുള്ള ഇടപെടലുകൾ നടത്തുന്ന ഒരാളുണ്ട്, അയാളെ പോയി കണ്ടോളൂ. അങ്ങനെ വരിക, എന്നെ കാണാൻ വരിക. അപ്പം ഞാൻ എല്ലാ ഇഷ്ടം നോക്കിയപ്പോൾ കണ്ടാൽ ഒരു കുഴപ്പമില്ലാത്തൊരു കുട്ടി. അപ്പം ഞാൻ പറഞ്ഞു, ഇവൻ്റെ മനസ്സിലെ ഭാവനയുടെ അറകൾ തുറക്കുവാനും ഇവൻ്റെ ഉള്ളിൽ സംഗീതം സജീവമാക്കുവാനും സമ്പുഷ്ടമാക്കുവാനും ഏറ്റവും ബെസ്റ്റ് യു ടീച്ച് മീ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക്. അതിൽ വെറൈറ്റീസ് ഉണ്ട്. ഇവർ നല്ലൊരു അധ്യാപകനെ സംഘടിപ്പിച്ചു കൊടുന്നു ഹിന്ദുസ്ഥാനി സംഗീതം. അത് വെരി കമ്മിറ്റഡ്. അത് ഈ കുട്ടിയെ സാധാരണ അധ്യാപകർ പഠിപ്പിക്കാൻ പറ്റില്ല. കാരണം ഇവർക്ക് ഈ ഓട്ടിസ്റ്റിക് കുട്ടികൾ അങ്ങനെയാണ്. അങ്ങനെ അയാൾ പഠിപ്പിച്ച് ഇന്ന് സെലിബ്രിറ്റിയാണ്. ഈസ് എ മ്യൂസിക്കൽ സെലിബ്രിറ്റി. ഇവനെ പുറത്താക്കിയ സ്കൂളുകാർ ഇവനെ ചുവന്ന ഭരതവാദിനെ വെച്ചിട്ട് വിളിച്ച് കിരീടവും ചെങ്കോലും കൊടുത്തത്. ഇപ്പോൾ അവൻ അതീവ പ്രശസ്തനായ ഒരു സംഗീത താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ താമസമെന്തേ അണയാൻ പ്രേമമയി എൻ്റെ കണ്ണിൽ താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ താമസമെന്തേ അണയാൻ പ്രേമമയി എൻ്റെ കണ്ണിൽ താമസമെന്തേ വരുവാൻ. സംഗീതം എന്ന് പറയുമ്പോൾ വ്യത്യസ്ത ധാരകളുണ്ട്. കർണാട്ടിക് ഉണ്ട്, അതേപോലെ ഹിന്ദുസ്ഥാനി ഉണ്ട്, വെസ്റ്റേൺ ഉണ്ട്. പിന്നെ നമ്മൾ സാധാരണ അരോചകമായി തോന്നുന്ന, എല്ലാവർക്കുമല്ല, ചിലർക്ക് നല്ലതായിരിക്കും, ചിലർക്ക് അരോചകമായി തോന്നുന്ന തരത്തിലുള്ള ശബ്ദ കോലാഹലങ്ങളുള്ള സംഗീതമുണ്ട്. ഇതിനൊക്കെ നമുക്ക് ഒരേ രൂപത്തിൽ കാണാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. സംഗീതം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഉള്ളിൽ സമാധാനവും അതിൻ്റെ ഉള്ളിൽ ഈ സ്ട്രെസ് ഹോർമോൺസ് കുറയ്ക്കുകയും മനുഷ്യൻ്റെ ഉള്ളിൽ പോസിറ്റിവിറ്റി വളർത്തുകയും ചെയ്യുന്ന സംഗീതമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ പല വെസ്റ്റേൺ മ്യൂസിക്, ഈ ബോഡി മ്യൂസിക്, മെറ്റാലിക് മ്യൂസിക്, റാപ്പ് മ്യൂസിക്, ഈ ചാടുകയും തുള്ളുകയും ചെയ്യുന്ന സംഗീതമുണ്ട്. അത് ബോഡി മ്യൂസിക്കാണ്. അത് ആത്മാവിനുള്ളതല്ല, അത് ശരീരത്തിനുള്ളതാണത്. മുഹമ്മദ് റാഫിനെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഗായകനാണ്. അതേപോലെ ഗായികമാരുടെ കൂട്ടത്തിൽ സുശീലാമ്മയുടെ ഒരു അനുരാഗിയാണെന്ന് വേണമെങ്കിൽ പറയാം. സുശീലാമ്മയാണ് എൻ്റെ മുന്നിലുള്ള ഗായിക. അത് ഞാൻ സുശീലാമ്മയോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. സുശീലാമ്മ എന്നെ കണ്ടിട്ടുണ്ട്, എന്നോട് സംസാരിച്ച് എൻ്റെ കൂടെ 1 മണിക്കൂറോളം എനിക്ക് ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. ബാബുക്കയുടെ ആരാധകനാണ്, ബാബുക്കയുടെ നാട്ടുകാരനാണ്. ബാബുക്കയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായിക ജാനകി അമ്മയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ വൈരുദ്ധ്യം എങ്ങനെ? അല്ല, അത് ശരിയാണ്, ഞാൻ അറിയിക്കുന്നത്. പക്ഷേ ബാബുരാജിൻ്റെ മകൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഉപ്പാക്ക് സുശീലാമ്മയുടെ പാട്ടുകളും വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ സുശീലാമ്മ പല കാലത്തും പലപ്പോഴും വളരെ തിരക്കേറിയിരുന്നു. കാരണം അവർ തമിഴിൽ വളരെ തിരക്കായിരുന്നു ആ കാലഘട്ടത്തിൽ. എന്നാലും ബാബുക്കയുടെ ചില ബാബുക്ക വിഷാദ ഗാനങ്ങളുടെ ഒരു ചക്രവർത്തിയായിരുന്നു. ആ ജാനകി പാടിയ തളിരിട്ടക്കിനാക്കളായാലും ഈറനുടുത്തുകൊണ്ട് അമ്പലം ചുറ്റുന്നായാലും താമരക്കുമ്പിളല്ലോ, അതൊക്കെ ഇങ്ങനത്തെ എല്ലാ ഗാനങ്ങളും തന്നെ വിഷാദ ചവിയുള്ള ഗാനങ്ങളാണ്. ഒരുപക്ഷെ മദൻ മോഹൻ ലതാ മങ്കേഷ്കർ വേണ്ടി കമ്പോസ് ചെയ്ത പോലെ. അപ്പോൾ അതിന് അനുഗുണമായ ഒരു ശൈലി എന്നൊരു ബാബുക്കക്ക് തോന്നിക്കാണണം. എന്നാലും ബാബുക്ക സുശീലാമ്മയെ കൊണ്ട് പാടിച്ച പാട്ടുകളെല്ലാം അതിമനോഹരങ്ങളാണ് എന്ന് അത് ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. വയോജനങ്ങളുമായിട്ടുള്ള ഇടപഴകൽ, ഹോളിസ്റ്റിക് മെഡിസിൻ എന്ന് പറഞ്ഞ മറ്റൊരു സംഗതി, ഈ ഒരു മേഖലയിലേക്കൊക്കെ മറുഫ്രാജ് എങ്ങനെ കടന്നു വന്നത്? വയോജന മേഖല എന്ന് പറയുന്നത് ഞാനൊരു ചെറുപ്പക്കാരുന്ന കാലഘട്ടത്തിൽ വളരെ യങ് ഡോക്ടറായ സമയത്ത് പോലും എന്നെ ആകർഷിച്ച വയോജന മേഖലയായിരുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയാവുന്നത്, എൻ്റെ കുടുംബത്തിൽ നിന്ന് പ്രായമുള്ള കുറേ ആളുകളുണ്ടായിരുന്നു. എൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠന്മാർ, എൻ്റെ ഉമ്മയുടെ പിതാവ്. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് എൻ്റെ ഉമ്മയുടെ പിതാവ്. അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹം മഹാനായ മനുഷ്യനായിരുന്നു, ഒരു ഗാന്ധിജിയായിരുന്നു, ഒരു ജനപക്ഷക്കാരനായിരുന്നു, സമസ്ത ജീവജാലങ്ങളുമായിട്ട് രമ്യതയിൽ കഴിഞ്ഞ ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉള്ളിലും പ്രവർത്തികളിലൊക്കെ സംഗീതമുണ്ടായിരുന്നു. പിതാവിൻ്റെ ജ്യേഷ്ഠൻ മൊയ്തീൻ ഖാൻ മേസ്ത്രി,
അദ്ദേഹം വളരെ നർമ്മബോധമുള്ള ആളായിരുന്നു. അപ്പോൾ അങ്ങനെ വയോജനങ്ങളുമായിട്ട് എനിക്ക് എന്തോന്നും അറിയില്ല, അവരുടെ കയ്യിൽ ധാരാളം കോപ്പുകളുണ്ടെന്നും ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൽ വളരെയധികം അറിവുകളുടെയും അനുഭവങ്ങളുടെയും പരിജ്ഞാനങ്ങളുടെയും ഒക്കെ ഒരു ഭണ്ഡാരങ്ങളാണ് ഇവരെന്നുള്ള ധാരണ എനിക്ക് ചെറുപ്പത്തിൽ കിട്ടിയിരുന്നു. അപ്പോൾ അങ്ങനെ വയോജനങ്ങളുമായിട്ടുള്ള ബന്ധത്തിലോടുകൂടി ഞാൻ വയോജനങ്ങളുടെ മേഖലയിലേക്ക് കൂടുതൽ കണ്ണും കാതും പായിക്കാൻ തുടങ്ങി. ഹോളിസ്റ്റിക് മെഡിസിൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ മൊത്തത്തിൽ കണ്ടുകൊണ്ടാണ്. അവൻ്റെ കാർഡിയോളജി, അല്ലെങ്കിൽ അവൻ്റെ ഹൃദയം, അവൻ്റെ കിഡ്നി, വൃക്ക, കരൾ, തലച്ചോറ്, രക്തക്കുഴലുകൾ, ശ്വാസകോശം എന്ന രീതിയിൽ അയാളെ ഘടകങ്ങളായി കാണാതെ ഒരു മൊത്തത്തിൽ ആപാതചൂടം, അടിമുടി ഒരു വ്യക്തിയെ കാണുവാനും അതിനുള്ളൊരു മനസ്സും അതിനുള്ളൊരു മനസ്സാക്ഷിയും അതിനുള്ളൊരു ആത്മാവും ഉണ്ടെന്ന് കരുതിയിട്ട് ഇതിനെല്ലാം കൂടെ കണക്കിലെടുത്തുകൊണ്ട് അയാളുടെ മൊത്തത്തിലുള്ള സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, കുടുംബപരമായ ചുറ്റുപാടുകൾ കണക്കെടുത്തുകൊണ്ട് അയാൾക്ക് എതിർപ്പില്ലാത്ത രീതിയിലുള്ള ചികിത്സ നിർത്തിക്കൊണ്ട് ആ മനുഷ്യൻ്റെ ഏറ്റവും ചെലവ് കുറഞ്ഞ ഏറ്റവും ഫലപ്രദമായ ചികിത്സ നൽകുന്ന രീതിയാണ് അയാളുടെ മനസ്സിനും ആത്മാവിനും സമാധാനം നൽകുന്ന ചികിത്സാ രീതിയാണ് ഈ ഹോളിസ്റ്റിക് മെഡിസിൻ എന്ന് പറയുന്നത്. ഇപ്പോഴെന്താണ് ചെയ്യുന്നത്? ഇപ്പം എനിക്ക് 68 വയസ്സായി. അപ്പം ഞാനിപ്പോഴും എൻ്റെ പേഷ്യൻസ് ഭൂരിഭാഗം വയോജനങ്ങളാണ്, കുട്ടികൾ. എവിടെയാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്? ഇപ്പം ഞാൻ ഈ കോഴിക്കോട് VPS ലേക്ക് ഷോർ മെഡിക്കൽ സെൻ്ററിൻ്റെ മെഡിക്കൽ സൂപ്രണ്ടൻ്റാണ്. ഇവിടുത്തെ സീനിയർ കൺസൾട്ടൻറ്റ് ഫിസിഷ്യനാണ്. കണ്ടമാനം ആൾക്കാർ കടന്നു വരും. ഇവരൊക്കെ പല കഥകളായിട്ട് വരിക. ആ കഥകളൊക്കെ ഞാൻ എഴുതും, ഞാനത് പുസ്തകമാക്കും. 2 പുസ്തകം ഞാൻ ചോദിക്കാൻ വിട്ടുപോയി, 2-3 പുസ്തകം എഴുതിയിട്ടുണ്ടല്ലോ. ഉണ്ട്. 3 പുസ്തകം എഴുതി, 4ാമത്തെ പുസ്തകം അടുത്ത മാസം ഇറങ്ങാൻ പോവുകയാണ്. ഈ അവസാനത്തെ 2 പുസ്തകവും ഈ കൺസൾട്ടിംഗ് റൂമിൽ ജനങ്ങൾ കൊണ്ടുപോകുന്ന വാരി വിതറിയ ഇരുട്ടും വെളിച്ചവും അടങ്ങിയ കഥകളാണ്, അനുഭവങ്ങളാണ്. 5ാമത്തെ പുസ്തകം പാട്ടുമായി ബന്ധപ്പെട്ട് അതിൻ്റെ റിസർച്ച് വർക്കും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് നഗരത്തിലെ പാട്ടാസ്വാദകർക്ക് ഒട്ടും അപരിചിതനല്ല ഇത്രയും നേരം എന്നോട് സംസാരിച്ച ഡോക്ടർ മഹറൂഫ് രാജ്. അതേപോലെ ഒരുപാട് രോഗികളുടെ അത്താണിയാണ് ഡോക്ടർ മഹറൂഫ് രാജ്. വയോജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്. പലയിടങ്ങളിലായി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഡോക്ടർ മഹറൂഫ് രാജിന്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് വിശേഷണങ്ങളിൽ വളരെ കുറച്ച് വിശേഷങ്ങൾ മാത്രമാണ് ഇപ്പോൾ ചോദിച്ചറിഞ്ഞത്. ഇത്രയും നേരം ഞാനുമായി സംസാരിച്ചിരുന്നതിന് നന്ദി, നമസ്കാരം.